നമസ്കാരം. മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു. അധ്യായം 22. മുറിയിൽ ലയ ഇല്ലായിരുന്നു. അരുൺ ഓടി ചെന്ന് ബാത്റൂം തള്ളിത്തുറന്നു നോക്കി. അവൾ കടന്നു കളഞ്ഞെന്ന് അവന് തോന്നി. ലയ! അവൻ വാതിലിനു നേരെ ഓടി വന്നതും അശോകനും പ്രമീളയും അവിടെ എത്തിയിരുന്നു. എന്താടാ? അശോകൻ പരിഭ്രമിച്ചു. അശോകേട്ടാ, അവളെ റൂമിൽ കാണുന്നില്ല. ചേട്ടത്തി ഒന്ന് വേഗം താഴെ ചെല്ല്. അരുൺ ധൃതിപ്പെട്ടു. അവൾ എവിടെ പോയെന്നാ? മുകളിലേക്ക് വരുന്നത് ഞാൻ കണ്ടതല്ലേ. പ്രമീള അവനെ കടന്ന് അകത്തേക്കു കയറി. അവളുടെ മുഖത്ത് പൊടുന്നനെ അമ്പരപ്പ് മിന്നി. അവളുടെ തലയല്ലേ ആ കാണുന്നത്? എവിടെ? അരുൺ ബെഡിനു നേരെ വെട്ടിത്തിരിഞ്ഞു. ബെഡിനപ്പുറം ലയയുടെ മുഖം കാണാം. അവൾ നിലത്തിരിക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. എല്ലാവരും അങ്ങോട്ട് ഓടിച്ചെന്നു. ബെഡിനപ്പുറം ചുവരോട് ചേർന്ന് നിലത്തു വിരിച്ച ബെഡ്ഷീറ്റിലാണ് അവളിരുന്നത്. തലേണ കൂടി കണ്ടപ്പോൾ അവിടെ അവൾ കിടക്കുകയായിരുന്നെന്ന് മനസ്സിലായി. മുന്നിൽ വന്നു നിന്നവരെ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൾ നോക്കി. എന്താ? അവൾ ചോദിച്ചു. എന്താന്നോ? നീ എന്താ വിളിച്ചിട്ട് വിളി കേൾക്കാത്തേ? ഇവിടെ ഒളിച്ചിരിക്കുന്നതെന്തിനാ? അരുണിന് ദേഷ്യമടക്കാനായില്ല. ഞാൻ ഉറങ്ങിപ്പോയി, ലയ മറുപടി കൊടുത്തു. നീ എന്തിനാ നിലത്തു ഷീറ്റ് വിരിച്ച് കിടന്നത്? പറയാൻ. അരുൺ ഒച്ചയുയർത്തി. പെട്ടെന്ന് പ്രമീളയ്ക്കൊരു വെളിപാടുണ്ടായി. അശോകേട്ടൻ ഒന്ന് പുറത്തുപോയേ. അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ ഉൾക്കൊണ്ട് അശോകൻ മുറിവിട്ടു. ആരെ തോൽപ്പിക്കാനാ നീ ഇവിടെ കിടക്കുന്നത്? അരുൺ കോപം കടിച്ചമർത്തി. എനിക്ക് പീരിയഡായി, അതാ ഞാൻ താഴെ കിടക്കുന്നത്. മുഖത്തു നോക്കാതെ ലയ പറഞ്ഞു. കൃത്യം നെറുകയിൽ ക്ലിം എന്ന ശബ്ദത്തിൽ കമ്പിവടി കൊണ്ട് ഒരടി കിട്ടിയ പ്രതീതി അരുണിനുണ്ടായി. അവന്റെ മുഖം കണ്ടപ്പോൾ പ്രമീള ചിരിയടക്കി. എനിക്കറിയില്ല. കൊടുങ്കാറ്റ് പോലെ അതിന് പുറത്തേക്ക് പോയി. ലയ കാൽമുത്തകളിൽ കൈചുറ്റി അങ്ങനെ ഇരുന്നു. എന്തായാലും കൊള്ളാം, പ്രമീള ആത്മഗതം പോലെ പറഞ്ഞു. എനിക്ക് വയറിനു നല്ല പെയിനുണ്ട്, കിടക്കണം. പോയി തരാമോ എന്ന മട്ടിലായിരുന്നു ലയയുടെ ഇരിപ്പ്. നിനക്ക് ചൂടുവെള്ളം വേണോ? ഞാൻ കൊണ്ടുവരാം. അതിന് ഗ്യാസ് കയറിയതൊന്നുമല്ല, എനിക്ക് കിടന്നാ മതി. ലയ ഷീറ്റ് പിടിച്ച് നേരെയാക്കി അതിൽ ചുരുണ്ടുകിടന്നു. പ്രമീളയ്ക്ക് സഹതാപം തോന്നി. നീ ബെഡിൽ കയറി കിടക്ക് ലയ. താഴെ കിടന്നാൽ അവനിനി ഇങ്ങോട്ട് വരില്ല. അതൊന്നും വേണ്ട, പ്രമീള ചേട്ടത്തി പൊയ്ക്കോ. ലയ വേദന ഭാവിച്ചു കിടന്നു. അവളെ നോക്കി നിന്നിട്ട് പ്രമീള പുറത്തേക്ക് പോയി. വാതിൽ പിടിച്ചടയ്ക്കുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞ് ലയ എഴുന്നേറ്റു. ബെഡ്ഷീറ്റും തലേണയും എടുത്ത് ബെഡിലേക്കിട്ടു. വേഗം ചെന്ന് ചാരിയിരുന്ന വാതിലിൻ്റെ കുറ്റിയിട്ടു. ഈ നാടകമൊന്നും ലയയുടെ അടുത്ത് വിലപ്പോവില്ല. ലയ ബെഡിൽ കിടന്നിട്ട് ലൈറ്റ് അണച്ചു. പ്രമീള റൂമിൽ വന്ന് ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചുകൊണ്ട് നിന്നപ്പോൾ അശോകൻ കയറി വന്നു. ചിരിയോടെ പ്രമീള അശോകനെ നോക്കി. എടി, ഇത് അവൾ വെറുതെ പറഞ്ഞതല്ലേ, അവനെ ഒഴിവാക്കാൻ. അങ്ങനെ അവൾ എന്തിനാ അവനെ ഒഴിവാക്കുന്നത്? നിങ്ങൾ വെറുതെ സംശയിക്കുകയൊന്നും വേണ്ട. അവളുടെ പ്രയാസം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ബാക്കിയിരുന്ന കുപ്പിയും എടുത്ത് പോയിരിക്കുക അവൻ. കഷ്ടം തന്നെ അവൻ്റെ കാര്യം. പ്രമീള തിരിഞ്ഞ് അശോകനെ നോക്കി. തീ പാറുന്ന നോട്ടമായിരുന്നു. ഞാനൊന്നും മറന്നിട്ടില്ല അശോകേട്ടാ. ഈ വീട്ടിലേക്ക് വന്നു കയറി അടുത്ത മാസം പ്രഗ്നൻ്റ് ആയതാ ഞാൻ. അതറിഞ്ഞപ്പോൾ സന്തോഷിക്കുന്നതിന് പകരം അശോകേട്ടൻ്റെ അമ്മ പറഞ്ഞ വാചകം മരണം വരെ എൻ്റെ മനസ്സിലുണ്ടാവും. എൻ്റെ ശ്രദ്ധമോളുടെ പ്രതിത്വത്തെ അശോകേട്ടൻ്റെ അമ്മ ചോദ്യം ചെയ്തത്. ഞാൻ മറ്റൊരുത്തിൻ്റെ കൊച്ചിനെയും കൊണ്ടുവന്ന് കയറിയതല്ലേ എന്ന് എങ്ങനെ വിശ്വസിക്കും? സഹിക്കുകയല്ലാതെ പെണ്ണിന് എന്തു ചെയ്യാൻ കഴിയും? ഛേ, നീ എന്തിനാ അതൊക്കെ വീണ്ടും വിളമ്പുന്നത്? അവൾ എൻ്റെ മോളല്ലേ. മറ്റൊരു വീട്ടിൽ ചെന്നു കയറുന്ന ഒരു പെൺകൊച്ചനുഭവിക്കുന്ന വേദന ഒരു കാലത്തും നിങ്ങൾ ആണുങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നെപ്പോലെ ഒരു പെണ്ണല്ല ലയ. അവൾക്കൊരു വ്യക്തിത്വമുണ്ട്. അവൾ പ്രതികരിക്കുന്നത് അതുകൊണ്ടാ. നിങ്ങളുടെ ഭാഗത്തു നിൽക്കുമ്പോഴും അവളാ ശരിയെന്ന് എനിക്ക് തോന്നും. പക്ഷേ എന്തു ചെയ്യാനാ? ഒഴുക്കിൻ്റെ ഒപ്പം ഒഴുകിയല്ലേ പറ്റൂ. അശോകൻ വാ പിളർന്നു നിന്നു. ഭർതൃഗൃഹത്തിൽ വേദന അനുഭവിച്ച ഒരു പെണ്ണും വന്നുകയറുന്ന പെണ്ണിനോട് അത് ചെയ്യില്ല. അത്തരം അനുഭവങ്ങളൊന്നും അശോകേട്ടൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. അപ്പോ നിന്റെ ഉള്ളിൽ അമ്മയോട് നീരസമുണ്ടല്ലേ?
തറവാട് നമുക്ക് തരാൻ അമ്മ നിശ്ചയിച്ചത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ, അത് മറന്നുകളയരുത്, അയാൾ ഓർമ്മപ്പെടുത്തി. ഇഷ്ടമുണ്ടായിട്ടല്ല, ദാസിയെപ്പോലെ മൂളി കൂടെ നിൽക്കുമെന്ന് കരുതിയാ. 5 കൊല്ലം പഴക്കമുള്ള കാർ മാറ്റി പുതിയൊരു കാർ വാങ്ങാൻ അമ്മയുടെ അനുവാദമിരക്കുന്ന മോന്റെ ഭാര്യയാണ്. പ്രമീള മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അശോകൻ ബെഡിൽ ചെന്നിരുന്നു. വന്നു കയറിയവളെന്ന് ഇവളുമാരെപ്പറ്റി അമ്മ പറയുന്നത് എത്ര ശരിയാ. എന്തു കിട്ടിയാലും ഇവളുമാർക്കൊരു തൃപ്തിയുമില്ല, അയാൾ പിറുപിറുത്തു. സുജാത 1 കപ്പ് ചായയുമായി റൂമിലേക്ക് വന്നു. സമയം രാവിലെ 7 മണി ആയിട്ടേയുള്ളൂ. മധുചന്ദ്രൻ ഷർട്ട് ധരിച്ചിരിക്കുന്നതാണ് കണ്ടത്. നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നതിൻ്റെ പ്രസരിപ്പ് കാണാം. പെർഫ്യൂമൊക്കെ പൂശിയിട്ടുണ്ടല്ലോ. അവൾ കപ്പ് ടേബിളിൽ വെച്ചു. മധുചന്ദ്രൻ ചിരിച്ചു. ഓഫീസിലെ സ്റ്റാഫ് മധുവേട്ടൻ്റെ ഒപ്പമാണോ വരുന്നത്? അവർ രണ്ടുപേരും ട്രെയിനിൽ പോയിട്ടുണ്ട്. തിരിച്ചു വരുന്നത് ഒന്നിച്ചായിരിക്കും. മധുചന്ദ്രൻ ചായ എടുത്തു കുടിച്ചു. അവൾ വിളിച്ചോ? ഇല്ല. കപ്പ് വച്ചിട്ട് അയാൾ മേശയ്ക്കുള്ളിൽ എന്തോ പരതാൻ തുടങ്ങിയതും സുജാത പുറത്തേക്ക് പോയി. കിച്ചണിൽ ചെന്ന് ഫോൺ എടുത്ത് വാട്സപ്പ് തുറന്നു. ബെന്നിച്ചൻ ഓൺലൈനിലുണ്ടായിരുന്നു. അവൾ അയാൾക്കൊരു മെസ്സേജ് അയച്ചു. 10 മിനിറ്റിനകം ഇറങ്ങും. മറുപടി വന്നു. ഓട്ടോ സ്റ്റാൻഡിനടുത്തായി ഞാനുണ്ട്. ഫോൺ കബോർഡിൽ വെച്ചിട്ട് സുജാത ഹാളിൽ വന്നു നിന്നു. ഓഫീസ് ബാഗുമായി മധുചന്ദ്രൻ പുറത്തു വന്നു. ആളാകെ മാറിയിരിക്കുന്നു. മീശ കറുപ്പിച്ചിട്ടുണ്ട്. യദു എഴുന്നേറ്റില്ലേ? അവൻ രാവിലെ പുറത്തേക്കു പോയി. ആ, ചെന്നിട്ട് വിളിക്കാം. അവിടെ ചെന്നാൽ അതിനൊന്നും സമയം കിട്ടില്ല. എനിക്ക് ഊഹിക്കാവുന്നതല്ലേ അവിടുത്തെ ജോലി തിരക്ക്. അയാൾ ചിരിച്ചിട്ട് പുറത്തേക്കു പോയി. മുൻപൊക്കെ കാറിന്റെ അരികുവരെ കൂടെ ചെന്ന് യാത്രയാക്കാറായിരുന്നു പതിവ്. കാർ ഇളകിപ്പോകുന്ന ശബ്ദം കേട്ടതും സുജാത കിച്ചണിലേക്ക് ഓടി. അവൾ ഫോൺ എടുത്ത് ബെന്നിച്ചന്റെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, ഇറങ്ങിയോ? ഇറങ്ങി. ആരെയാ ബെന്നിച്ച പിന്നാലെ വിടുന്നത്? പേടിക്കണ്ട, എന്റെ വിശ്വസ്തനാ. വിവരങ്ങളൊന്നും ഞാൻ അയാളോട് പറഞ്ഞിട്ടില്ല. മധുസാറിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. പിന്നാലെ അയാൾ ഫോളോ ചെയ്യും. വരദയുടെ വീടും പരിസരവും നിരീക്ഷിക്കും. അവളെയും മോളെയും പറ്റി നാട്ടുകാരിൽ നിന്ന് ചോദിച്ചറിഞ്ഞു വരും. തൽക്കാലം അത്രയും മതി. ബാക്കി അയാൾ വന്നിട്ട് നമുക്ക് കൂടിയാലോചിക്കാം. എന്താ? അവൾ മൂളി. അതാ മധുസാറിന്റെ കാർ വരുന്നുണ്ട്. സുജാത വെച്ചോ. ഒരു റെനോ കാറിന്റെ മറവിൽ നിന്ന് സംസാരിച്ച ബെന്നിച്ചൻ കോൾ കട്ട് ചെയ്തിട്ട് മധുചന്ദ്രന്റെ കണ്ണിൽ പെടാതെ കുനിഞ്ഞു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ചെറുപ്പക്കാരനെ അയാൾ നോക്കി. ആ വരുന്ന ഫോക്സ് വാഗൺ കാറിനെയാണ് സത്യജിത്ത് പിന്തുടരേണ്ടത്. ഒരു കാരണവശാലും വണ്ടി മിസ്സാവരുത്. ഞാൻ ഏറ്റു സാറേ. മധുചന്ദ്രന്റെ കാർ വേഗത്തിൽ റെനോയെ കടന്നുപോയി. പിന്നാലെ റെനോ നീങ്ങി. ബെന്നിച്ചൻ ഒന്ന് ചിരിച്ചു. മനസ്സ് ശുദ്ധിയുള്ള പെണ്ണ് കൂടെയുള്ളപ്പോഴാ അവന്റെ ചുറ്റിക്കളി. കേശവദാസപുരത്ത് നിന്ന് കാർ MC റോഡിലേക്ക് തിരിഞ്ഞപ്പോൾ മധുചന്ദ്രൻ സെല്ലെടുത്തു. വരദയെ അറിയിക്കാതെ ചെന്നാൽ അവൾ ഓഫീസിലേക്ക് പോയെന്ന് വരും. വീടിന്റെ താക്കോൽ അമ്മയും മകളും കൊണ്ടു നടക്കാറാണ് പതിവ്. ഒരിക്കൽ അറിയിക്കാതെ ചെന്നപ്പോൾ ട്യൂഷൻ സെന്ററിൽ നിന്ന് സോന വരുന്നതുവരെ പുറത്തു കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. വരദയുടെ സെല്ലിലേക്ക് കോൾ പോയി. എന്താ മധുസാറേ രാവിലെ? അവളുടെ സ്വരം വന്നു. ഞാൻ അങ്ങോട്ട് വരികയാ. വരുന്നില്ലെന്നുള്ളതിൻ്റെ പരാതി തീർക്കാമെന്നു വച്ചു. ഒന്നു തോന്നിയല്ലോ, നന്നായി. ലയച്ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ എനിക്ക് സ്വന്തമെന്ന് പറഞ്ഞിട്ട് വന്നതുകൂടിയില്ലെന്ന് സോന ഇപ്പോൾ പറഞ്ഞിട്ട് പോയതേയുള്ളൂ. കാന്തം പോലെ വലിച്ചടിപ്പിക്കുന്ന ചിരി കേട്ടു. ഇപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാക്കിയിരിക്കുകയാണോ? വരുന്നതായി ഒരു സൂചന പോലും തരാതെയുള്ള വരവ്. നിനക്കിന്ന് ഓഫീസിൽ പോകണോ? അതല്ലേ പറഞ്ഞത്. മധുസാറ് നേരത്തെ പറയത്തുമില്ല. എനിക്ക് ലീവ് എടുക്കാനും പറ്റില്ല. ഞാൻ നാളെ കഴിഞ്ഞേ പോകുന്നുള്ളൂ. എന്തായാലും തിരിച്ചു പോകാൻ പറ്റില്ലെന്നറിയാമല്ലോ. നീ കീ ഡോറിന് മുന്നിലെ ചവിട്ടുബെത്തയ്ക്കടിയിൽ വെച്ചിട്ട് പോ. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തിട്ട് വാ. അതുവരെ ഞാനൊന്ന് സുഖമായി ഉറങ്ങാം. ശരി, മധുസാറ് പോന്നോളൂ. മധുചന്ദ്രൻ സെൽ സീറ്റിലേക്കിട്ടു. ഇതാണ് നല്ല അവസരം. അവൾ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുൻപ് ആധാരം കൈക്കലാക്കണം. അത് കാറിനുള്ളിൽ ഒളിപ്പിച്ചു കഴിഞ്ഞാൽ സമാധാനമായി. വണ്ടി അടൂർ വരെ എത്തി. വരദ വീട്ടിലില്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നതാണ് നല്ലതെന്ന് കരുതി
മധുചന്ദ്രൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കാർ കയറ്റി. പിന്നാലെ വന്ന റെനോയും റെസ്റ്റോറൻറ്റിലേക്ക് കയറി. മധുചന്ദ്രൻ ഇരുന്ന ടേബിൾ വിട്ട് സത്യജിത്ത് ഇരുന്നു. അയാൾ ഓർഡർ ചെയ്തത് തന്നെ സത്യജിത്തും ഓർഡർ ചെയ്തു. സെല്ലെടുത്ത് ബെന്നിച്ചനെ വിളിച്ച് അതുവരെയുള്ള വിവരം കൈമാറി. ഭക്ഷണം കഴിഞ്ഞ് ആദ്യം സത്യജിത്ത് പുറത്തിറങ്ങി കാറിൽ കയറിയിരുന്നു. മധുചന്ദ്രൻ വന്ന് കാറിൽ കയറി. അയാളുടെ വണ്ടിയുടെ പിന്നാലെ റെനോയും നീങ്ങി. പന്തളം ടൗണിലെ സിഗ്നലിനടുത്തെത്തിയപ്പോൾ റെനോയ്ക്ക് മുന്നിൽ ഒരു ഓട്ടോറിക്ഷയുണ്ടായിരുന്നു. പച്ച ലൈറ്റ് കത്തി നിൽപ്പുണ്ട്. മധുചന്ദ്രൻ്റെ കാർ റൈറ്റ് എടുത്ത് തിരിഞ്ഞു പോകുന്നത് കണ്ട് സത്യജിത്ത് വണ്ടി തിരിക്കാൻ തുടങ്ങി. മുന്നിലെ ഓട്ടോ പെട്ടെന്ന് നിന്നു. ചുവന്ന സിഗ്നൽ വീണിരുന്നു. മധുചന്ദ്രൻ്റെ കാർ പാഞ്ഞു പോകുന്നത് കണ്ടു. അയാൾ കൈവിട്ടുപോയെന്ന് സത്യജിത്തിന് മനസ്സിലായി. സിഗ്നൽ മാറിയതും അയാൾ വലതുഭാഗത്തേക്ക് കാർ പായിച്ചു. അല്പദൂരം ചെന്നപ്പോൾ ഒരു ബേക്കറിയുടെ മുന്നിലായി ഫോക്സ് വാഗൺ കിടക്കുന്നത് കണ്ണിൽപ്പെട്ടു. സത്യജിത്ത് ചിരിച്ചു. "നീ അങ്ങനെ രക്ഷപ്പെട്ടു പോവില്ലടാ." സത്യജിത്ത് സ്കെച്ചിട്ട ഒരുത്തനും ഊരിപ്പോയിട്ടില്ല. ഫോക്സ് വാഗണിന് പിന്നിലായി റെനോ ചവിട്ടി നിർത്തി സത്യജിത്ത് കാത്തിരുന്നു. റോഡിൻ്റെ ഇരുവശത്തും വേറെയും കാറുകളുണ്ട്. ബേക്കറിയിൽ നിന്ന് മധുചന്ദ്രൻ ഒരു കവറും തൂക്കി ഇറങ്ങി വരുന്നു. തൻ്റെ കാറിൻ്റെ പിന്നിൽ കിടന്ന റെനോ അയാൾ ശ്രദ്ധിച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ ഒരാൾ ഇരിപ്പുണ്ട്. മധുചന്ദ്രൻ കാറിൽ കയറി. യെല്ലോ കളറിലുള്ള ഈ കാർ കുറേ സമയമായി തൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടിറങ്ങിയപ്പോൾ അവിടെയും കണ്ടു. MC റോഡ് വിട്ടിട്ടും ഈ വഴിക്ക് തന്നെ വരാൻ എന്താ കാരണം? തന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുകയാണോ? മിററിലൂടെ അയാൾ നോക്കി. അതവിടെ കിടക്കുകയാണ്. അയാളുടെ ഉള്ളിൽ ആശങ്കകൾ പുകയാൻ തുടങ്ങി. ഫോക്സ് വാഗൺ ഇളകുന്നത് നോക്കി സത്യജിത്ത് ഗിയറിൽ കൈവച്ച് തയ്യാറായിരുന്നു. പെട്ടെന്ന് അതിൻ്റെ ഡോർ തുറന്ന് മധുചന്ദ്രൻ പുറത്തിറങ്ങുന്നത് കണ്ടു. അയാൾ തൻ്റെ കാറിൻ്റെ നേരെ നടന്നു വരുന്നത് കണ്ടതും സത്യജിത്ത് ഡാഷ് ബോക്സിൽ നിന്ന് ഒരു സ്റ്റീൽ കത്തിയെടുത്തു. അതയാൾ ഇടതു കൈയിൽ പിടിച്ച് തൂക്കിയിട്ട് കണ്ണടച്ചിരുന്നു. മധുചന്ദ്രൻ റെനോയുടെ വിൻഡോ ഗ്ലാസിൽ തട്ടി. സത്യജിത്ത് കണ്ണു തുറന്നു. പിന്നെ ഗ്ലാസ് താത്തി മധുചന്ദ്രനെ നോക്കി. രസിക്കാത്ത നോട്ടമായിരുന്നു. മധുചന്ദ്രൻ അയാളെ ശരിക്കും കണ്ടു. മുൻപ് ഒരിടത്ത് വെച്ചും കണ്ടു പരിചയമില്ല. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. ജിമ്മിൽ പോയി ഉറച്ച ശരീരം. "എന്താ?" സത്യജിത്ത് ചോദിച്ചു. "വണ്ടിയും വണ്ടി നമ്പരും കണ്ടപ്പോൾ നല്ല പരിചയം തോന്നി. തിരുവനന്തപുരത്ത് എവിടെയാ?" സൗഹൃദപൂർവം മധുചന്ദ്രൻ ചോദിച്ചു. "തിരുമല." "എന്താ പേര്?" "ജയറാം." "നിങ്ങളാരാ?" മധുചന്ദ്രൻ ഒന്ന് ചിരിച്ചു. "ഒരു പാവം ബിസിനസ്സുകാരനാ. പേര് ബെഞ്ചമിൻ." അയാളുടെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നും മധുചന്ദ്രൻ കണ്ടില്ല. "എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നതായി ഓർക്കുന്നു. അടൂർ റെസ്റ്റോറൻറ്റിലും കണ്ടു. എന്താ ഇവിടെ കിടക്കുന്നത്?" പണി പാളിയെന്ന് സത്യജിത്തിന് മനസ്സിലായി. "ചില ഫ്രണ്ട്സിനു വേണ്ടി വെയിറ്റ് ചെയ്യുക." "എന്നാൽ ശരി, ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് അവിചാരിതമായി കാണാം." അർത്ഥം വെച്ച് ചിരിച്ചിട്ട് മധുചന്ദ്രൻ നടന്നുപോയി. മധുചന്ദ്രൻ കാറിൽ കയറി അല്പനേരം ഇരുന്നു. പിന്നെ അയാൾ വണ്ടി വിട്ടുപോയി. സത്യജിത്ത് ബെന്നിച്ചനെ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു. "ഛേ, നീ നശിപ്പിച്ചു. അയാൾക്ക് സംശയം തോന്നിയിട്ടാ കള്ളപ്പേര് പറഞ്ഞത്. അതല്ല അയാളുടെ പേര്. ഇനി ഞാൻ ഫോളോ ചെയ്യണോ? നീ പോയാൽ ഉറപ്പായും അയാൾ നിന്റെ വരവും നോക്കി വഴിയിൽ കിടപ്പുണ്ടാവും. നീ തിരിച്ചുപോരെ. അയാൾക്ക് സംശയം തോന്നിയെങ്കിൽ അവിടെ തീരണം." "സാറേ, വണ്ടി ഇവിടെ ഇട്ടിട്ട് ഞാനൊരു ഓട്ടോ വിളിച്ചു പോകാം. അയാൾക്ക് മുഖം കൊടുക്കില്ല." "എന്നാൽ ചെല്ല്." സത്യജിത്ത് കാറിൽ നിന്നിറങ്ങിയ ഉടൻ ഒരു ഓട്ടോ വരുന്നത് കണ്ടു. അയാൾ കൈ കാണിച്ചു നിർത്തി. "എങ്ങോട്ടാ?" ഓട്ടോ ഡ്രൈവർ ചോദിച്ചു. ഓട്ടോയിൽ കയറിക്കൊണ്ട് സത്യജിത്ത് പറഞ്ഞു. "ഫ്രണ്ടിൻ്റെ ഫോൺ കാറിലായി പോയി. അയാൾ മുൻപേ പോയിട്ടുണ്ട്. പിന്നാലെ വിട്ടോ." ഓട്ടോ വേഗത്തിലോടി. സത്യജിത്തിൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. കുറച്ചു ദൂരം ചെന്നപ്പോൾ മധുചന്ദ്രൻ റോഡരികിൽ കാർ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. "അതാണോ വണ്ടി?" ഓട്ടോ ഡ്രൈവർ ചോദിച്ചു. "അല്ല." ഫോക്സ് വാഗണെ കടന്ന് ഓട്ടോ മുന്നോട്ട് പോയി. അല്പം ചെന്ന് കാത്തു കിടക്കാമെന്ന് സത്യജിത്ത് കണക്കുകൂട്ടി. മധുചന്ദ്രൻ അല്പസമയം കൂടി വെയിറ്റ് ചെയ്തു. വെറും സംശയമാണെങ്കിലും എപ്പോഴും കരുതൽ കൂടിയേ തീരൂ. റെനോ വരില്ലെന്നുറപ്പായതോടെ അയാൾ തുമ്പമൺ ഭാഗത്തേക്ക് കാർ വിട്ടു. ഭരതയുടെ വീട്ടിലേക്ക് തിരിയുമ്പോഴും അയാൾ പിന്നിലേക്ക് നോക്കി. താൻ വെറുതെ സംശയിച്ചതാണെന്ന് അയാൾക്ക് തോന്നി.
വരദയുടെ വീടിന്റെ ഗേറ്റിനു മുന്നിൽ വണ്ടി നിർത്തിയിട്ട് മധുചന്ദ്രൻ പുറത്തിറങ്ങി. പിന്നിൽ ആരും ഉണ്ടായിരുന്നില്ല. ഗേറ്റ് തുറന്ന് അയാൾ കാർ അകത്തേക്കു കയറ്റി ഇറങ്ങി വന്ന് ഗേറ്റ് അടയ്ക്കുമ്പോഴും പരിസരം വീക്ഷിച്ചു. മധുചന്ദ്രൻ തിരികെ കയറി. വരുമ്പോൾ സിറ്റൗട്ടിൽ കൈകൾ കെട്ടി ചിരിയുമായി വരദ നിൽപ്പുണ്ട്. അയാൾ കാറിൽ നിന്ന് കവറെടുത്തു. "നീ ഓഫീസിൽ പോകുമെന്ന് പറഞ്ഞിട്ട്?" അയാൾ നിരാശ മറച്ചുപിടിച്ച് ചോദിച്ചു. "മധുസാർ വരുമെന്നറിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുമോ? അച്ഛൻ വരുന്നെന്ന് പറഞ്ഞ മോളും പോയിട്ടില്ല." അവൾ ഇറങ്ങി വന്ന് അയാളുടെ കയ്യിൽ നിന്ന് കവറുകൾ വാങ്ങി. "ആകെ കിട്ടുന്ന സമയങ്ങൾ പാഴാക്കി കളയാൻ ഞാനെന്നാ വണ്ടിയാണോ?" അവൾക്ക് പിന്നാലെ വീടിന്റെ വാതിൽ കയറുമ്പോൾ അയാൾ ഒന്നുകൂടി റോഡിലേക്ക് നോക്കി. കഥ അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നതിനോടൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണമെന്നും അപേക്ഷിക്കുന്നു. മുരളി തെല്ലനാട് നോവൽസിനു വേണ്ടി പ്രവീണ.